എല്ലാവർക്കും നമസ്കാരം. ബഷീറാണ്, റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിലെ മണപ്പാടം ഭാഗമാണ്. അപ്പോൾ നാലുംകൂടി ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ഈ കാണുന്ന റോഡിലൂടെ ഏകദേശം ഒരു 500 അല്ലെങ്കിൽ ഒരു 600 മീറ്റർ ഉള്ളിലോട്ട് വന്നാൽ കഴിഞ്ഞാൽ പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ട് മുൻവശം മുഴുവനും നെൽകൃഷിയായിട്ടുള്ളൊരു ഭാഗം. നമുക്കിവിടെ പറമ്പാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 55 സെൻറ്റ് പറമ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു 35 മുതൽ 40 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന നിരപ്പായി കിടക്കുന്ന ഒരു പറമ്പ്. ഇതിനകത്ത് 2 കിണറുകൾ വരുന്നുണ്ട് വെള്ളത്തിനായിട്ട് കേട്ടോ. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് ഈ റോഡിന്. ഈ കാണുന്ന നേരെ പോകുന്ന റൂട്ടിൽ അതുപോലെ ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ബസ് റൂട്ടാണ്. പിന്നെ ആദ്യം കാണിച്ച മണപ്പാടം ജംഗ്ഷനും എല്ലാ ഭാഗത്തേക്കും ആലത്തൂർക്കും പുതുക്കോട് വടക്കഞ്ചേരി കണ്ണമ്പ്ര ഭാഗത്തേക്കൊക്കെ പോകുന്നൊരു പ്രധാന ബസ് റൂട്ടാണ്. ഇവിടെ നിന്നും പാടൂർ വഴിക്ക് പോകുന്ന ബസ് റൂട്ടും ഈ പ്ലോട്ടിനടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ. അപ്പോൾ മുൻവശം മുഴുവൻ ഏക്കർ കണക്കിന് വരുന്ന നെൽകൃഷിയാണ്. അപ്പോൾ ഇതിൽ 55 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 50 സെൻറ്റോളം വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഒരു 10 സെൻറ്റ്, 5 സെൻറ്റ്, 8 സെൻറ്റ് എന്നുള്ള രീതിക്കൊക്കെ വേണമെങ്കിൽ മുറിച്ച് തരും. അങ്ങനെ തരികയാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്തിന് 1 ലക്ഷം രൂപയാണ് വില. അല്ല, ഇത് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 80,000 രൂപയ്ക്ക് ഈ 50 സെൻറ്റ് സ്ഥലം കിട്ടും. ഒരു സെൻറ്റിന് 80,000 രൂപ വെച്ചിട്ട് ടോട്ടലി 50 സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമൊന്നുമില്ല. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കങ്ങളിലൊന്നും ഇങ്ങോട്ട് വെള്ളം കയറാത്തൊരു ഭാഗമാണ്. കാരണം നെൽകൃഷി ഫ്രണ്ടിലുള്ളത് കൊണ്ട് വെള്ളം കയറുമെന്നൊരു ചോദ്യം വരാം. ഇങ്ങോട്ടൊന്നും വെള്ളം കയറാത്തൊരു ഭാഗമാണ്. നല്ലൊരു റിസോർട്ട് പോലത്തെ വീടൊക്കെ പണിതിരിക്കുന്നതിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. എന്നാൽ ജംഗ്ഷൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ജസ്റ്റ് ഒരു 500 മീറ്റർ ദൂരം. വടക്കഞ്ചേരി ടൗണിലേക്ക് ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു 7 കിലോമീറ്ററാണ് ദൂരം. അതുകൊണ്ട് അതുപോലെ നല്ല പണ്ട് കാലത്തുള്ള ഇഷ്ടികയിൽ പടുത്തുയർത്തിയിട്ടുള്ള നല്ലൊരു കിണർ വെള്ളം. ഇതിപ്പോൾ കരിയിലേക്ക് വീണിട്ട് വെള്ളം എടുക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് കിണർ ഇങ്ങനത്തെ മുകളിൽ വല നെറ്റൊന്നും ഇടാത്തതുകൊണ്ട് ഇലയും ചപ്പ് ചവറുകളൊക്കെ വീണിട്ട് വെള്ളം അങ്ങനെ കിടക്കുന്നതാണ്. കണ്ടോ, മുകളിൽ ഇങ്ങനെ ഒരു പുളിമരമൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെ തന്നെ ഒരു മോട്ടർ ഷെഡും കിണറും വരുന്നുണ്ട്. തൊട്ടപ്പുറയും ഒരു കിണർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്തും ഇഷ്ടംപോലെ വെള്ളം ഉള്ള ഒരു ഭാഗമാണ്, കാരണം തൊട്ടപ്പുറം പാടമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരപരിധികൾ വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു 7 കിലോമീറ്റർ, അതുപോലെ ആലത്തൂർക്കാണെങ്കിൽ ഒരു 13-14 കിലോമീറ്ററാണ് ദൂരം. പാടൂർ ഭാഗത്തേക്കാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ, പഴയന്നൂർ ഭാഗത്തേക്കാണെങ്കിൽ ഒരു 8 കിലോമീറ്ററാണ് ദൂരം വരുന്നത് കേട്ടോ. അത് രണ്ടാമത്തെ കരിങ്കല്ല് കൊണ്ട് ഉളിയാടിയിട്ടുള്ളൊരു കിണർ, കരിങ്കല്ല് കെട്ടിയിട്ടുള്ളൊരു കിണറൊക്കെയാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കരിയില വീണ് വേസ്റ്റായി കിടക്കുന്നത് മാത്രം വെള്ളം ഇപ്പോൾ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക.